നമസ്കാരം. വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ ജീവജാലങ്ങളെപ്പറ്റിയുള്ള പ്രതിപാദങ്ങളിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാടപ്പക്ഷിയാണ്. സങ്കീർത്തനത്തിലൊരു വാചകം ഇങ്ങനെയാണ്: അവർ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു, സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി. ഇത് സങ്കീർത്തനം 105 അധ്യായം 40 വാക്യമാണ്. മരുഭൂമിയിലൂടെ ദീർഘനാൾ പ്രയാണം ചെയ്യേണ്ടി വന്ന ഇസ്രായേൽ ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷണം യഹോവ നൽകി എന്നാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത്. മിസ്രൈമ്യരുടെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനത ദീർഘനാൾ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ അവർക്ക് ആവശ്യമായ ഭക്ഷണമാണ് യഹോവ അവർക്ക് നൽകിയത്. അവർക്ക് മന്നയും കാടപ്പക്ഷിയും നൽകിയതിനെപ്പറ്റിയുള്ള വിശദമായ വിവരം പുറപ്പാട് പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലുമാണ് ഉള്ളത്. ജനത്തിനു വൈകുന്നേരം മാംസം ലഭിക്കുന്നതിന് വേണ്ടി കാടകൾ വന്ന് പാളയത്തെ മൂടി. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ കാടകൾ എന്നത് ചെറിയ ഭാരം കുറഞ്ഞ പക്ഷികളാണ്. അവ കൂട്ടമായി ദേശാടനം ചെയ്യുന്നവയാണ്. കാറ്റിൻ്റെ ഗതിയനുസരിച്ച് വായുവിൽ ചിറകുകൾ വിടർത്തി പറക്കുന്നതിനുള്ള യത്നം അവർ നല്ല രീതിയിൽ നടത്തുന്ന പക്ഷിയാണ്. മധ്യധരണ്യാഴിക്ക് മുകളിലൂടെ കാടകൾക്ക് ഒരു സഞ്ചാരപാതയുണ്ട്. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റൂതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിൻ്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും, അങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നന്നാ കുറച്ചു പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. സംഖ്യാപുസ്തകത്തിൽ പാളയമിറങ്ങിയ ഇസ്രായേൽ ജനത കാടപ്പക്ഷിയെ പിടിച്ച കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി എത്ര മഹത്തരമാണ്! കൂടുതൽ ലഭിച്ചതുകൊണ്ടവർ മാംസം ഉണക്കിയെടുക്കുകയും ചെയ്തു. 1 മാസം മുഴുവനും മരുഭൂമിയിൽ അവർക്ക് കാടയിറച്ചി അങ്ങനെ ലഭ്യമായി. കാടപ്പക്ഷിയുടെ ഇംഗ്ലീഷ് നാമം കൊയിൽ എന്നാണ്. ഇവയ്ക്ക് തവിട്ട് നിറത്തിൽ പുള്ളികളോടുകൂടിയ ശരീരമാണ്. മുട്ടയിലും തവിട്ട് പുള്ളികളുണ്ട്. ചെറിയ കുറ്റിക്കാടുകളും പരിസരങ്ങളുമാണ് കാടപ്പക്ഷികളുടെ ആവാസ കേന്ദ്രം. ഇത് വിശുദ്ധ ബൈബിളിൽ കാട എന്ന പക്ഷിയെപ്പറ്റി പറഞ്ഞിട്ടുള്ള വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.